ഹായ് ഹലോ സർപ്രൈസ് പറഞ്ഞാൽ ഇതാണ് മക്കളെ സർപ്രൈസ്. അമ്മേനെ വരെ പറ്റിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല കേട്ടോ. ഇന്ന് വരുന്ന ഒരു പ്രതീക്ഷ എനിക്കില്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ ഈ പ്രാവശ്യം വെക്കേഷന് വരുന്നില്ല കേട്ടമ്മ, വിഷുവിന് നിങ്ങളിവിടെ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾ വന്നോളാം കേട്ടോ പറഞ്ഞത്. പെട്ടെന്ന് ഇവരകത്തേക്ക് കയറി വന്നപ്പോഴാണ് ഞാൻ അതിശയിച്ചു പോയിട്ടോ. സൈക്കിള്, എൻ്റെ പൊന്ന്, ഇത്രയും വലിയ സൈക്കിളായിട്ട് ഞാൻ തന്നെ എൻ്റെ പൊന്നു മോനെ ഇത് എവിടുന്നാ പൈസ എന്നുള്ളത് നമുക്ക് ഒരാളോട് ചോദിക്കാം കേട്ടോ. ശ്രീമോനെ വരുന്നില്ല എന്നല്ലേ പറഞ്ഞ്, എന്നിട്ട് ഇപ്പോൾ എന്താ ഈ കാട്ടി വെച്ചു? അല്ല അതൊക്കെ പോട്ടെ, ഇതിന് എവിടുന്ന പൈസ? വണ്ടി പോലുണ്ടമ്മ, പക്ഷെ ഒന്നും കിട്ടുന്നില്ല എന്നല്ലേ പറഞ്ഞ്. ഞാൻ നിന്നോട് ചോദിച്ചില്ലേ ശ്രീമോ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ഒന്നും കിട്ടില്ലെങ്കിൽ എന്തിനാ കുഞ്ഞെ നീ പോണേ? അവിടെ ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞേ ഇവിടെ കിടന്നുറങ്ങിയിട്ട് എന്താ കാര്യം? അങ്ങനെ പോട്ടെ ആയിക്കോട്ടെ. നിനക്ക് ഇവർക്ക് സൈക്കിൾ വാങ്ങി കൊടുക്കണമെന്ന് തോന്നാൻ കാരണം ടൂറ് പോയപ്പോഴേ മാറുന്നില്ലേ സൈക്കിൾ എല്ലാവരും ഓടിക്കുമ്പോൾ അന്ന് മുതൽ തുടങ്ങി ആഗ്രഹം. അടിപൊളി. അതെന്താ പറഞ്ഞെന്നറിയോ? ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. 5ാം ക്ലാസ്സിൽ നിന്ന്, അതായത് ഇക്കൊല്ലം ടൂറ് പോയിരുന്നു. കഴിഞ്ഞ കൊല്ലം ടൂറ് പോയപ്പം ഈ ഓരോ ഭാഗങ്ങളും ടീച്ചർമാരിങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അതിലെല്ലാത്തിലും ഇങ്ങനെ എൻജോയ് ചെയ്ത് കളിക്കുന്നത് കണ്ട് ഞങ്ങൾ സന്തോഷമായിരുന്നു. ഒരു 3 മണിയൊക്കെ ആയപ്പോഴൊരു വീഡിയോ ഇട്ടിരുന്നു. പക്ഷെ അതിൽ മാത്രം മോൻ ഇങ്ങനെ സൈഡിലേക്ക് മാറി നിൽക്കുന്നുണ്ട്. ബാക്കിയുള്ള കുട്ടികളൊക്കെ ഉഷാറായിട്ട് സൈക്കിൾ ചവിട്ടി കളിക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ തൊട്ട് എനിക്ക് ചെറിയൊരു സങ്കടമായെങ്കിലും എന്നേക്കാളും സങ്കടമായി ശ്രീകുട്ടനും ചിക്കുനും. എന്താണ് അവ കുട്ടി മാറിക്കണം? എന്താണ് അവ കുട്ടിക്ക് പറ്റി? കുട്ടിക്ക് എന്താണ് അവ ടെൻഷൻ? ആരെങ്കിലും കുട്ടീനെ ചീത്ത പറഞ്ഞു? ഇവിടെ ഒരാൾ നല്ല ഉറക്കാട്ടോ. സൈക്കിൾ അടുത്ത് കൊണ്ടുവച്ച് ചേട്ടന്മാർ കുളിക്കാൻ കയറി. കുളിച്ച് വരുമ്പോഴേക്കും ഉണർന്നാൽ മതി അമ്മ, വിളിച്ചുണർത്തല്ലേ, അവൻ ഉണർന്ന് സർപ്രൈസോട് കൂടി കാണണം എന്നുള്ള ആഗ്രഹത്തിൽ സൈക്കിൾ വെച്ചിട്ട് അവർ കുളിക്കാൻ കയറി കേട്ടോ. അങ്ങനെ എന്നെക്കാളും ഈ അമ്മമാരെ മനസ്സ് തുടിക്കുക എന്നൊക്കെ പറയുമ്പോൾ 2 ചേട്ടന്മാരെ മനസ്സും പെടപെടാൻ തുടിച്ചു. ഞാൻ അതിനിപ്പോൾ എന്താ, ഇപ്പോൾ അവന് കളിച്ച് മടുത്തിട്ട് നിർത്തിയതായിരിക്കും എന്നൊക്കെ ഞാനിങ്ങനെ സമാധാനിപ്പിക്കേണ്ടിരുന്നു. വന്നപാട് ചേട്ടന്മാർ കൂട്ടിയിട്ട് ചോദിച്ചാൽ എന്താ അമ്പാടി മാത്രം എന്തേ സൈക്കിൾ ഓടിക്കണ സമയത്ത് മാറി നിന്നത്? എടാ അതിന് എനിക്ക് സൈക്കിൾ ഓടിക്കാൻ അറിയില്ലല്ലോ, ഓടിക്കാൻ അറിയാത്തൊരു സൈക്കിളുമ്മേ കയറരുതിട്ടോ, മാറി നിൽക്കണമെന്ന് മാഷുമാരും ടീച്ചർമാരും പറഞ്ഞു. അതാണ് ഞാൻ മാറി നിന്നത്. അപ്പം തൊട്ട് ശ്രീകുട്ടൻ അടുത്ത വർഷം 6ാം ക്ലാസ്സിൽ നിന്ന് നീ ടൂറ് പോകുമ്പോൾ ഉറപ്പായിട്ട് നീ സൈക്കിൾ ചവിട്ടുന്ന വീഡിയോ സ്കൂൾ ഗ്രൂപ്പിലുണ്ടാവും. എനിക്ക് അതുവരേക്കും സമാധാനം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ഒരു കുഞ്ഞേട്ടൻ്റെ ഒരു അത്യാഗ്രഹം എന്ന് മാത്രമേ ഞാൻ കരുതിയുള്ളൂ കേട്ടോ. ആളിപ്പോൾ 2 വട്ടം തിരിഞ്ഞ് കിടന്നു, എന്നിട്ടും കണ്ണും തുറന്നിട്ടില്ല, സൈക്കിളും കണ്ടിട്ടില്ല കേട്ടോ. അങ്ങനെ ഇപ്പം അടുത്തായിട്ട് ഇവന് ഇങ്ങനെ വിളിക്കുമ്പോഴൊക്കെ ഞാൻ ശ്രീമോനെ നീ എവിടെ? അമ്മ ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ, കൂട്ടുകാരൻ എന്തോ കടയ്ക്ക് എന്തോ സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന എന്തോ ചെറിയ ജോലിയുണ്ട്, അവൻ്റെ കൂടെ പോയത്. അപ്പോൾ ഞാൻ ചോദിക്കാം എന്തെങ്കിലും കിട്ടുമോ മോനെ? ഇല്ലമ്മ പൈസ ഒന്നും കിട്ടില്ല, ഞാൻ സാധനമൊക്കെ എടുത്തിരും, വല്ല ഒരു സോഡാ സർവത്തോ അല്ലെങ്കിൽ തണ്ണീർമത്തൻ്റെ ജ്യൂസ് എന്തെങ്കിലും വാങ്ങിത്തരാം, അത് കുടിക്കും, എന്തായാലും ഞാൻ വീട്ടിൽ വെറുതെ കിടക്കല്ല അമ്മ എന്ന് പറഞ്ഞു. എനിക്ക് ചെറിയ സങ്കടം ആയിരുന്നു കേട്ടോ. രാവിലെ ഇട്ടിട്ട് ഒരു 10-11 മണി ഇട്ടിട്ട് ഒരു 6-7 മണി വരെ കുട്ടി പോകുമ്പോൾ ഒന്നും കൊടുക്കുന്നില്ലല്ലോ എന്ന് സങ്കടപ്പെടും. ഞാനോട് പറയാൻ നിന്നില്ല, മക്കളല്ല എന്തെങ്കിലും പഠിച്ചോട്ടെ, പണി പഠിക്കുകയാണെങ്കിൽ പഠിച്ചോട്ടെ എന്ന് കരുതി. അത് കഴിഞ്ഞു. അമ്മ രാവിലെ പോകുമ്പോൾ ചോറൊക്കെ കൊടുത്തു വിടും. അമ്മ അറിഞ്ഞിട്ടില്ല കേട്ടോ. പക്ഷേ ഇന്നലെ വൈകുന്നേരം ആ കുട്ടീനോട് വിളിച്ച് പറഞ്ഞു എന്ന്, ചേട്ടാ എനിക്ക് തരാനുള്ള പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇടുമോ? പക്ഷേ ഇവന് ഡെയിലി കിട്ടുന്ന എത്ര രൂപയെന്ന് ഞാൻ എപ്പോഴും ചോദിച്ചിട്ടില്ല. അത് എനിക്കിപ്പോൾ ഡെയിലി വേണ്ട, സ്കൂൾ പൂട്ടി കഴിഞ്ഞാൽ ഞാൻ പിറ്റേ ദിവസം തൃശ്ശൂരിലേക്ക് പോയി എൻ്റെ അനിയൻ്റെ അടുത്തേക്ക്, അപ്പം ഞാൻ വിളിക്കുമ്പോൾ എനിക്ക് ഇട്ടെന്നാൽ മതി ചേട്ടാ, എൻ്റെ അനിയനക്കൊരു സൈക്കിൾ വാങ്ങിക്കൊടുക്കാനാണെന്ന് പറഞ്ഞിട്ടായിരുന്നു അത്രേ. ഇന്നലെ രാത്രി ഇവർ ഭയങ്കര ഫോൺ ചർച്ചയൊക്കെ, ഞാൻ വിളിക്കുമ്പോഴൊക്കെ ഫോൺ ബിസി ആയിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു പറഞ്ഞു ഇല്ലമ്മ ഞാൻ കടേൻ്റെ മറ്റേ വണ്ടീൻ്റെ കാര്യം ഞാൻ വേറൊരു കുട്ടീനെ ഏൽപ്പിക്കുകയായിരുന്നു, 2 ദിവസം ഞാനില്ലല്ലോ, അതൊക്കെയാണ് പറഞ്ഞേ. പക്ഷെ സത്യമായിട്ടും ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ സന്തോഷമാണോ സങ്കടമാണോ എന്നൊന്നും അറിയില്ല. കാരണം ശ്രീമോനും ചിക്കും ഈ പ്രായത്തിൽ 1-2 സൈക്കിളൊന്നല്ല കേട്ടോ ഓടിച്ചിട്ടുള്ളത്, ഇഷ്ടം പോലെ അവൻ്റെ അച്ഛൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. 90 ദിവസം ആവട്ടെ മുന്നേ ആ 4 ചക്രമുള്ള കുഞ്ഞു സൈക്കിളും അതിനനുസരിച്ചുള്ള വലുപ്പത്തിനനുസരിച്ച് സൈക്കിളും ഗിയർ സൈക്കിൾ വരെ ഇവർ 2 പേരും ഓടിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിന് മാത്രം ഒന്നും അങ്ങനെ കിട്ടാറുമില്ല, ഇതിനങ്ങനെ ആഗ്രഹമില്ല. അങ്ങനെ ഇതിനുള്ള വല്ല ആഗ്രഹം എന്താ വെച്ചാൽ കിവി, അത് കിനിപ്പന്നി, ഇതൊക്കെയാണ് ഇതിൻ്റെ ആഗ്രഹം കേട്ടോ. പക്ഷേ ഇത് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. സന്തോഷം കൊണ്ട് എന്തെന്നാ പറയാം. പക്ഷേ ശ്രീമോൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അവൻ എന്തെങ്കിലും കാട്ടി നടത്തും കേട്ടോ. കഴിഞ്ഞ കൊല്ലം എല്ലാ കൊല്ലവും സ്കൂൾ തുറന്ന ബാഗും യൂണിഫോമും ബുക്കൊക്കെ ഞങ്ങൾ നേരം വൈകിട്ടാണ് വാങ്ങുക കേട്ടോ. പക്ഷേ കഴിഞ്ഞ കൊല്ലം അടുത്ത കൊല്ലം എൻ്റെ അമ്പാടിക്ക് ഉറപ്പായിട്ട് സ്കൂൾ തുറക്കേണ്ട മുന്നേ ഞാൻ അതൊക്കെ വാങ്ങി വെക്കുമെന്ന് പറഞ്ഞ പോലെ തന്നെ ആൾ ഉണർന്നു കേട്ടോ. ഉണർന്നിട്ട് ആൾ ചേട്ടന്മാരാണ് കണ്ടത്, സൈക്കിൾ കണ്ടില്ല, ചേട്ടന്മാരാണ് പിടിച്ച് കൊണ്ട് നിർത്തിയത് കേട്ടോ. പിന്നെ ക്യാമറ ശരിക്കല്ലാത്തത് കൊണ്ട് മുഖമില്ല ആരുടെയും. അങ്ങനെ അവൻ കണ്ടു, അവന് സന്തോഷമായി. പക്ഷെ അത്ഭുതത്തിൽ ആൾ മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത്
താക്കോൽ കൈമാറ്റം വേണം. സൈക്കിളിൻ്റെ താക്കോൽ 2 ഏട്ടന്മാരും കൂടി അല്ല അവൻ്റെ ശ്രീകുട്ടന്മാർ അവൻ്റെ കയ്യിലേക്ക്. അപ്പോൾ ഒരുപാട് സന്തോഷമാണ്. കാരണം എന്താ പറയുക, ഇന്ന് അവർ സന്തോഷ സ്നേഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. ഇനിയൊരു നഗ്ന സത്യം പറയട്ടെ, ഇത് കയറിയിരിക്കാനോ ഇത് ചവിട്ടി മറയ്ക്കാനോ അവനറിയില്ല. അപ്പോൾ അവരെന്താ എന്ത് ബാലൻസ് എന്താണ് എന്തോ സീറിങ് ബാലൻസ് എന്തൊക്കെയോ പറയണ്ട, ഒക്കെ സെറ്റാക്കിയിട്ട് ഇവിടെ അകത്തുകൂടെ എന്തൊക്കെയോ കാട്ടുന്നുണ്ട്. വൈകുന്നേരം ആകുമ്പോൾ റോട്ടുമ്പോൾ കൊണ്ടുപോയി പഠിപ്പിക്കാം. സ്കൂൾ ഒരാഴ്ചയും കൊണ്ട് കറക്റ്റ് അവനെ പഠിപ്പിച്ചെടുക്കും. ഇനി അവൻ ട്യൂഷന് സൈക്കിളിന്മേ പോവുക, കടയ്ക്ക് സൈക്കിളിന്മേ പോവുക എന്നൊക്കെ ഏട്ടന്മാരിന്ന് തള്ളി മറിക്കുന്നുണ്ട് മക്കളെ. അപ്പം ഇത്രയേ ഉള്ളൂ. ഭയങ്കര സന്തോഷമായി, തന്നെ ഭയങ്കര സന്തോഷമായി. അവൻ്റെ ഏട്ടന്മാരുടെ ആഗ്രഹമാണ് അടുത്ത സ്കൂൾ ടൂറിന് അവൻ നന്നായി സൈക്കിൾ ഓടിക്കണമെന്ന്. അതിന് വേണ്ടി അവരായിട്ട് സ്വരുക്കൂട്ടി വെച്ച പൈസയ്ക്ക് വാങ്ങിയതാണ്. എന്തോ നമ്മൾ അച്ഛനമ്മമാർ വാങ്ങിക്കൊടുത്ത് അവർ സന്തോഷിക്കുന്നതിനേക്കാളും അവർ കൂടപ്പുറപ്പ് വാങ്ങിക്കൊടുത്തിട്ടുള്ള അവരുടെ സന്തോഷം കാണുമ്പം സന്തോഷം കൊണ്ട് കണ്ണും നിറയുന്നു, മനസ്സും നിറയുന്നു. എന്നും എൻ്റെ മക്കൾ ഇതുപോലെ സ്നേഹത്തോടെ ഉണ്ടാവണമെന്ന് പ്രാർത്ഥനയിൽ. ബായ്.